വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഗുരുവായൂരപ്പ, നമ്മൾ ഇന്ദ്രൻ്റെ സ്തുതി വളരെ മനോഹരമായിട്ടുള്ള ആ സ്തുതിയല്ലേ ചെയ്ത്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ എന്താണ്? ശ്രീരാമചന്ദ്ര ഭഗവാൻ ആരുടെ അടുത്താണ്ടാവുക, ആർക്കാണ് ദൂരസ്ഥൻ എന്നല്ലേ പറഞ്ഞേ. അതായത് എപ്പോഴും ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ പോണവർക്ക് ഭഗവാൻ വളരെ അകലെയാണ്. അതേസമയം പിന്നെ എപ്പോഴും ഭഗവാനെ സ്മരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ സമാധിയിൽ എപ്പോഴും ഭഗവാനെ ധ്യാനിക്കുന്നവർക്കോ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തന്നെ പ്രകാശിക്കുകയും ചെയ്യും. ഈ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോവുക, അത് ഒരർത്ഥം കൂടി ഉണ്ട്. അതായത് നമ്മളിങ്ങനെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ സ്വർഗ്ഗം അടക്കം വേണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ളവരുടെ അകലെയാണ്. അതേസമയം വെറുതെ ഭഗവാനെ അനന്യമായിട്ട് സ്നേഹിച്ച് ഭഗവാന്റെ സാമീപ്യം കൊതിക്ക് മാത്രം ആഗ്രഹിച്ച് ഭഗവാനെന്നെ വേണമെന്ന് വിചാരിക്കണവരുടെ അന്തർഭാഗത്ത് വിളങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ്. അതായത് ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോവാന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യണം വെച്ചാൽ, നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കണതൊക്കെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ യാഗങ്ങൾ ചെയ്യുക സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവർക്ക് ശ്രീരാമചന്ദ്ര ഭഗവാൻ വളരെ ദൂരസ്ഥനാണ്. നേരെ തിരിച്ച് ഭഗവാനെ സ്നേഹിക്കുക, ഭഗവാൻ എന്ത് തരുന്നതും എൻ്റെ നന്മയ്ക്കാണെന്ന് വിചാരിക്കുക, ഭഗവാന്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ച് ഭഗവാനെ സർവാത്മന സ്നേഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഉള്ളിൽ ഭഗവാൻ പ്രകാശിക്കും എന്നാണ്. കാരണം ആനന്ദകന്ധം എന്ന് പറഞ്ഞു, ആനന്ദത്തിൻ്റെ മൂലസ്ഥാനമാണ് ഭഗവാനെ എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അല്ലേ? ഇനി അടുത്ത ശ്ലോകം 28 ഇന്ദ്രൻ്റെ സ്തുതിയിലത്തെ മഹായോഗമായാവിശേഷാനുയുക്തോ വിഭാസി ശലീലാനരാകാരവൃത്തി ത്വദാനന്ദലീലാ കഥാപൂർണകർണ സദാനന്ദരൂപാ ഭവന്തീഹ ലോകേ. മഹായോഗമായ വിശേഷാനുയുക്ത, അതായത് മഹത്തായ ഈ യോഗമായയുടെ എല്ലാ ശക്തിയോടും ചേർന്നവനായിട്ട്, ലീലാനരാകാരവൃത്തി, അതായത് ലീലയാ വെറും വിനോദത്തിനായിക്കൊണ്ട് ഇങ്ങനെ മനുഷ്യരൂപം എടുത്ത് മനുഷ്യൻ്റെ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് ഈശാഹേ ഈശ്വര വിഭാസി അങ്ങ് ശോഭിക്കുന്നു. അതായത് യോഗമായയിലേക്ക് ഇറങ്ങി വന്നിട്ട് സത്വഗുണം സ്വീകരിച്ച് മനുഷ്യരൂപം ധരിച്ച് അങ്ങ് ലീലകളാടുകയാണ്. ത്വദാനന്ദ ലീലാ കഥാപൂർണകർണ, അങ്ങയുടെ ഈ ആനന്ദലീലാ കഥകളുണ്ട് ഞങ്ങളുടെ കർണങ്ങളാണ് നിറഞ്ഞത്. അതായത് ഭഗവാന്റെ കഥകളാൽ നിറഞ്ഞ കർണങ്ങളോടു കൂടിയവർ ഇഹലോകെ ഈ ലോകത്തിൽ ആനന്ദരൂപാഹ ഭവന്തി, ആനന്ദസ്വരൂപന്മാരായി ഭവിക്കുന്നു എന്ന്. അതായത് എന്താണ് ഇന്ദ്രൻ പറയണ വെച്ചാൽ, അങ്ങ് യോഗമായയിലത്തെ സത്വഗുണം സ്വീകരിച്ച് മനുഷ്യനായി ഇവിടെ വന്ന് ലീലകളാടുകയാണ്. അപ്പോൾ അങ്ങയുടെ ഈ ലീലാകഥകൾ ഏതൊരു ഭക്തനാണ് ചെവി നിറച്ച് കേട്ട് സന്തോഷിക്കണേ, അവരൊക്കെ ഭഗവാനെ പോലെ ആനന്ദസ്വരൂപന്മാരായി ഭവിക്കുന്നു എന്ന്. അതാണ് ഭഗവാനെ ആരാണ് ഭഗവാന്റെ കഥ ഭക്തിയോടും ആദരവോടും സദാ ഭഗവാന്റെ ലീലകളെ പറ്റി കേട്ട് അവരുടെ ചെവിയും മനസ്സും നിറയ്ക്കണ അവർ ആനന്ദൻ, അതായത് അവർ ഭഗവാന്റെ അടുത്ത് എത്തും, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ ആയിത്തീരും, ജ്ഞാനാനന്ദ സ്വരൂപൻ തന്നെ ആയിത്തീരും എന്ന് പറയണം. അതാണ് പറഞ്ഞത്. അതായത് അങ്ങ് ജനനവും കർമ്മങ്ങളോ ഒന്നുമില്ലാത്ത നിത്യാനന്ദ സ്വരൂപനാണ്. പക്ഷേ ഒരു ആവശ്യത്തിന് വേണ്ടി നരനായി ജനിച്ച് ലീലകളാടല്ലേ. അങ്ങനെ ലോകത്തിൽ വിളങ്ങ അങ്ങയുടെ ഈ ആനന്ദ ലീലാ കഥകളെ ആരാണ് നിരന്തരം കേൾക്കുന്നത്,
അവർ ഈ ലോകത്തിൽ ആനന്ദ സ്വരൂപന്മാരായിത്തീരുന്നു. അതായത് ദുഃഖമനുഭവിക്കുന്ന മനുഷ്യന്മാർ ഭഗവാന്റെ ഈ ആനന്ദ ലീലാ കഥകളെ കേട്ടിട്ട് ആ ദുഃഖമൊക്കെ മറന്നിട്ട് ഭഗവാന്റെ കാരുണ്യം ഒഴുകും അവരുടെ നേർക്ക്. അപ്പോൾ അവർ ആ ദുഃഖമൊക്കെ മറന്നിട്ട് പരമാനന്ദം അനുഭവിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ കാര്യമായിട്ട് ഈ മനുഷ്യാകൃതി ധരിച്ച് വേഷങ്ങൾ ആടുന്നത്. ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ ദുഃഖം അനുഭവിക്കുന്നവർക്കൊക്കെ ശാന്തി ഉണ്ടാവും. അതാണെന്ന് പറയുകയാണ്. അങ്ങനെയാണ് ഭഗവാൻ മനുഷ്യവേഷം ധരിച്ച് ആനന്ദിപ്പിക്കണമെന്ന്. ഇത് അതാണ് അത്രയ്ക്ക് ഭഗവാന്റെ, അതായത് രാമൻ്റെയും കൃഷ്ണൻ്റെയൊക്കെ കഥകൾ കേൾക്കണത് അത്ര നമുക്ക് മനസ്സിന് ഒന്നും അറിയണ്ട, കേക്ക് മാത്രമേ വേണ്ടൂ തന്നെ പറയണം കേട്ടോ. 28 മഹായോഗമായ വിശേഷണാനുയുക്തോ വിഭാസീശലീലാ നരാകാരവൃത്തി ത്വദാനന്ദലീലാ കഥാപൂർണകർണാഃ സദാനന്ദരൂപാ ഭവന്തീഹ ലോകേ. നമുക്ക് എത്ര ഒരു അഷ്വറൻസ് അല്ലേ ഇതൊക്കെ. അഹം മാനപാനാഭിമത്തപ്രമത്തോ ന വേദാഖിലേശാഭിമാനാഭിമാനഃ ഇദാനീം ഭവൽപാദപത്മപ്രസാദാൽ ത്രിലോകാധിപത്യാഭിമാനോ വിനഷ്ടഃ. മാനപാനാഭിമത്ത, അതായത് അഭിമാനമാകുന്ന ആ രസം, അഭിമാനം കൊണ്ട് അല്ലെങ്കിൽ അഹങ്കാരം എന്ന് പറയാം, അതുകൊണ്ട് മതിച്ചവനും, പ്രമത്ത അങ്ങേയറ്റം മതിച്ചവനും, പ്രമത്തൻ, അഖിലേശാഭിമാനം മാനഹ, അതായത് അഖിലേശൻ എന്ന ഞാനാണ് എല്ലാറ്റിലും കേമൻ എന്ന അഭിമാനമുള്ളവനുമായ അഹം ന വേദ ഞാൻ അറിഞ്ഞില്ല, ഇതാനീം ഇപ്പോൾ, ഭവൽ ഇതാനീം പറഞ്ഞാൽ ഇപ്പോൾ, ഭവൽ പാദപത്മപ്രസാദാത് ഭവാന്റെ ഈ പിന്നെന്താണ് താമര പോലുള്ള പത്മങ്ങളിൽ നിന്ന് സിദ്ധിച്ച പ്രസാദം കാരണം ത്രിലോകാധിപത്യാഭിമാനം, ഈ ത്രിലോകങ്ങളുടെ ആധിപത്യം ഉണ്ടെന്നുള്ള അഭിമാനം എനിക്ക് തീരെ നശിച്ചു എന്ന്. അതായത് ഇന്ദ്രൻ അവനെ പറ്റി തന്നെ പറയണേ. അതായത് ഇതിനു മുമ്പേ ഞാൻ അങ്ങേ ഇങ്ങനെ സർവാത്മന അങ്ങയുടെ പാദങ്ങളിൽ സർവാത്മന സമർപ്പിച്ചൊന്നുമില്ല. എന്താ വെച്ചാൽ എനിക്ക് ഞാനെന്ന ഭാവം ആകുന്ന ആ മദ്യത്തിൻ്റെ പാനം കൊണ്ട് എൻ്റെ ഇന്ദ്രിയങ്ങളും ബുദ്ധിയും ഒക്കെ മതിച്ചിട്ട് എൻ്റെ വിവേകം നഷ്ടപ്പെട്ടിരുന്നു. ഞാനെന്ന ഭാവം കൊണ്ടേ, ഞാനെന്ന ഭാവമാകുന്ന മദ്യം കുടിച്ചിട്ട്, ഞാനെന്ന ഭാവം, ഞാനാണ് എല്ലാറ്റിലും കേമൻ, ആ ഞാനെന്ന ഭാവമാകുന്ന മദ്യം കുടിച്ചിട്ട് എൻ്റെ വിവേകമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു, ബുദ്ധിയും വിവേകമൊക്കെ. ഇപ്പം സർവേശ്വരൻ ഞാനാണെന്നുള്ള വിചാരം കൊണ്ട് ഞാൻ ഭഗവാനെ അറിയാൻ മെനക്കെട്ടത് പോലുമില്ല. ഞാനാണ് ഈ ത്രിലോകത്തിലും സർവേശ്വരൻ എന്ന ഭാവത്തിൽ, അഹങ്കാരത്തിലേ ഞാൻ ഭഗവാനെ അറിഞ്ഞതുമില്ല, അറിയാൻ മെനക്കെട്ടതുമില്ല. ഇപ്പോൾ അങ്ങയുടെ പാദപത്മത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ 3 ലോകങ്ങളുടെയും അധിപനാണ് ഞാനെന്നുള്ള ആ അഹങ്കാരം ഇപ്പം എൻ്റെ തീരെ നശിച്ചു. ഭാഗ്യമില്ലേ ദേവേന്ദ്രന്? അതുകൊണ്ട് ഇനിമേൽ ഞാൻ നിന്തിരുവടിയെ ഒരിക്കലും ഭജിക്കാതിരിക്കില്ല എന്ന് പറയാണ്. അതായത് ഞാനാണ്, അതായത് ദേഹാഭിമാനവും ഇതെൻ്റെ രാജ്യമാണ്, ഞാനാണ് ഇതിൻ്റെ ഉടമ, അപ്പം നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഇത് എൻ്റെയാണെന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഗർഭം കൊണ്ട് എല്ലാവരും ഈശ്വരനെ മറന്ന് കളിക്കുകയാണ്. നമ്മളൊരു നല്ല സ്ഥിതിയിൽ എത്തിച്ചാലേ എൻ്റെ കേമത്വം കൊണ്ടാണ്, ഞാനാണ് ഇത്രയും ആൾക്കാർ എൻ്റെ കീഴിൽ വർക്ക് ചെയ്യണു, അങ്ങനെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരനെ മറന്നുള്ള കളിയാണ്. അതിനെന്തെങ്കിലും ഒരു തകരാറപ്പുണ്ടാവും. രാവണനെ പോലുള്ള ദുർജനങ്ങളിൽ നിന്നോ ഒന്നെങ്കിൽ രാവണനെ പോലുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക്, അതാണ് രാവണനെ പോലുള്ള ആൾക്കാരെന്നാണ് പിന്നെ ഇന്ദ്രനെ തകരാറ് പറ്റിയത്. അതായത് രാവണൻ വന്ന് സ്വർഗമൊക്കെ എടുത്തുപോയി, ഇന്ദ്രന് ഇങ്ങനത്തെ ഈ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. അങ്ങനെ അഹങ്കരിച്ചാൽ അതിനൊരു നാശം ഉണ്ടാവുന്ന ഉറപ്പാണ്. അതാണ് ഉണ്ടായത് ഇന്ദ്രന്. അഹങ്കരിച്ചപ്പോൾ രാവണനെ പോലുള്ള ഒരാൾ വന്ന് ഒന്നുകിടുക്കും, അതായത് അങ്ങനെ വല്ല ശക്തിയുള്ള ആൾക്കാർ വന്ന് നമ്മളെ അപഹരിക്കും. അല്ല വച്ചാൽ ഈ എന്താ പറയുക, ആധിദൈവികമായിട്ടുള്ളത് അല്ലെങ്കിൽ ഭൂമി കുലുക്കോ കൊടുങ്കാറ്റോ ഒക്കെ വന്നിട്ട് പ്രകൃതി കോപം കൊണ്ട് ആപത്ത് വരാം, അങ്ങനെ ആവാം. അങ്ങനെ അഹംഭാവം നശിച്ചിട്ട് സർവേശ്വരനെ സ്മരിക്കാൻ ഇടവരാൻ ഭാഗ്യവും വേണം കേട്ടോ. ഇപ്പം ഇന്ദ്രൻ്റെ ഭാഗ്യത്തിന് ഞാൻ ത്രിലോകാധിപനാണെന്നുള്ള ആ മതം നശിച്ചു. എന്താ കാരണം വെച്ചാൽ രാവണൻ വന്ന് സ്വർഗമൊക്കെ എടുത്തു. അപ്പോൾ ഭഗവാൻ വന്നിട്ട് വേണ്ടി വന്നു
രക്ഷിക്കാൻ അല്ലേ? അപ്പോഴാണ് പറയണത്. ഇതിനു മുമ്പ് ഞാൻ ഈ എന്താണ് ഞാനെന്ന ഭാവം കൊണ്ടുള്ള ഞാനെന്ന ഭാവം എന്ന മദ്യം കുടിച്ചിട്ട് എൻ്റെ വിവേകവും ബുദ്ധിയും ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ സർവേശ്വരനാണെന്നുള്ള വിചാരം കൊണ്ട് ഞാൻ അങ്ങേ ഒരിക്കലും മാനിച്ചില്ല. ഇപ്പോൾ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഞാൻ 3 ലോകങ്ങളുടെ അധിപനാണെന്നുള്ള ആ അഹങ്കാരം എനിക്ക് നല്ലോണം നശിച്ചു. അതുകൊണ്ട് ഞാൻ നിന്തിരിപിടി ഇനി എന്നും ഭജിക്കുന്നു പറയാൻ കേട്ടോ. അത്ര നല്ല വിനയായി. അതായത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണത്. ദേഹാഭിമാനവും അവനവൻ്റെ കഴിവുകൊണ്ടാണ് എല്ലാം കിട്ടിയെന്ന് അങ്ങനെ വന്ന നാശം ഉറപ്പാണെന്ന് പറയാണ്. അഹമ്മാനപാനാഭിമത്തപ്രമത്തോ ന വേദാഖിലേശാഭിമാനാഭിമാന ഇദാനീം ഭവൽപാദ പത്മപ്രസാദാൽ ത്രിലോകാധിപത്യാഭിമാനോ വിനഷ്ട. പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോഴേ നമുക്ക് ആ ഒരു ബോധം വരുള്ളൂ അല്ലേ? ഭഗവാനാണ് എല്ലാം എന്നുള്ള ബോധം വരണമെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം, അതിനും ഭഗവത് കൃപ വേണം. 30 സ്ഫുരരത്നകേയൂരഹാരാഭിരാമം ധരാഭാരഭൂതാസുരാനീകദാവം സരശ്ചന്ദ്രവക്ത്രം ലസൽപത്മനേത്രം ദുരാപാരപാരം ഭജേ രാഘവേശം. എന്താ പറയുക, നല്ലതിതാ. സ്ഫുരരത്നകേയൂരഹാരാഭിരാമം, അതായത് മിന്നിത്തിളങ്ങുന്ന രത്നങ്ങളോട് കൂടിയ കൈവള. കേയൂരം കൈവളയാണ്, കൈമ്പലത്തെ വളയാണ്. ഹാരം മുത്തുമാലയാണ്. എന്നിവയാൽ അഭിരാമം ചാൽ മനോഹരനും. ധരാഭാരഭൂതാസുരാനീകദാവം, ഭൂമിക്ക് ഭാരമായി തീർന്നിരിക്കുന്ന അസുരന്മാരാകുന്ന കാടിനെ നശിപ്പിക്കുന്ന അഗ്നിയായിരിക്കുന്നവനും. ഭൂമിക്ക് ഭാരം, രാവണനെ പോലെ ഭൂമിക്ക് ഭാരമായിട്ടുള്ള അസുരന്മാരാകുന്ന കാടിനെ ദഹിപ്പിക്കുന്ന അഗ്നി ആയിരിക്കുന്നവനും. അതാണ് ധരാഭാരഭൂതാസുരാനീകദാവം. ദാവം വെച്ചാൽ അഗ്നിയാണ്. ശരശ്ചന്ദ്രവക്ത്രം, പിന്നെയോ അതായത് നല്ല ചന്ദ്രൻ്റെ മുഖത്തിന് സമാനമായിട്ടുള്ള മുഖം. ലസൽ പത്മനേത്രം, വികസിച്ച താമര ഇതൾ പോലെയുള്ള കണ്ണ്. ദുരാപാരപാരം, കടക്കാൻ വളരെ വിഷമമുള്ള ഈ സംസാര സമുദ്രത്തിൻ്റെ അക്കരയ്ക്ക് നിഷ്പ്രയാസം എത്തിക്കുന്നവനും. അതാണ് ദുരാപാരവാരം, വളരെ വിഷമാണ് കടക്കാൻ ഈ സംസാര സമുദ്രം, അതിനെ നിഷ്പ്രയാസം കടത്തിക്കുന്നവനും ആയ രാഘവേശം രഘുപതിയെ ഭജിക്കുന്നേ. നല്ല എന്തൊരു ശ്ലോകങ്ങളല്ലേ. അതായത് നല്ല പ്രകാശമാനമായിട്ടുള്ള രത്നങ്ങൾ പതിച്ച കൈവള, മുത്തുമാല മുതലായ ആഭരണങ്ങളാൽ ആനന്ദിപ്പിക്കുന്നവനും, ഭൂമിക്ക് ഭാരമായിട്ടുള്ള ദുഷ്ടന്മാരാകുന്ന ദുഷ്ടന്മാരാകുന്ന കാടിനെ നശിപ്പിക്കുന്ന അഗ്നിയായും, ശരത്കാല ചന്ദ്രനെ പോലെ ആനന്ദിപ്പിക്കുന്ന മുഖത്തോടു കൂടിയവനും, വിരിഞ്ഞ ചെന്താമരപ്പൂ പോലെ ഇരിക്കുന്ന നേത്രങ്ങളോട് കൂടിയവനും, പിന്നെ കടക്കുവാൻ വളരെയധികം ദുസ്തരമായി സംസാരസാഗരത്തിൻ്റെ അക്കരെ എത്തിക്കുന്നവനുമായ രഘുശ്രേഷ്ഠനെ ഞാനിതാ ഭജിക്കുന്നേൻ. സ്ഫുരരത്നകേയൂരഹാരാഭിരാമം ധരാഭാരഭൂതാസുരാനീകദാവം ശരശ്ചന്ദ്രവക്ത്രം ലസൽപത്മനേത്രം ദുരാപാരപാരം ഭജേ രാഘവേശം. സുരാധീശനീലാഭനീലാബ്ജകാന്തിം വിരാധാതിരക്ഷോവധാലോകശാന്തിം. പിന്നെ കിരീടാദിശോഭം പുരാരാദിലാഭം ഭജേ രാമചന്ദ്രം രഘൂണാമധീശം. സുരാധീശ നീലാബ്ജകാന്തിം, അതായത് ഇന്ദ്രനീലം. സുരാധീശൻ ശരിക്കും ഇന്ദ്രനാണല്ലോ, അപ്പോൾ സുരാധീശ നീല പറഞ്ഞു വെച്ചാൽ ഇന്ദ്രനീലം. ഇന്ദ്രനീലത്തിൻ്റെ ശോഭ പോലെയുള്ള പ്രകാശത്തോടും നീലത്താമരയുടെ കാന്തിക്ക് തുല്യമായ നീലാബ്ജം അബ്ജം താമരല്ലേ, നീലത്താമരയുടെ കാന്തിക്ക് തുല്യമായ ഭംഗിയോടുകൂടിയും വിരാധാതിരക്ഷോപഥാൽ, വിരാധൻ മുതലായ രാക്ഷസന്മാരുടെ വധം കൊണ്ട് ലോകത്തിന് ശാന്തി നൽകിയവനും, കിരീടാദിശോഭം, കിരീടം മുതലായവ ധരിച്ചതിനുള്ള ശോഭയോടുകൂടിയതും, പുരാരാദി ലാഭം, അതായത് ശിവന്റെ ലാഭമായും
രഘൂണാം രഘുക്കളുടെ അധീശം രാജാവ് രഘു വംശത്തിലത്തെ രാജാവുമായിരിക്കുന്ന രാമചന്ദ്രനെ ഞാൻ ഭജിക്കുന്നു. എന്താ അറിയോ? സുരാധീശ നീലം. സുരാധീശൻ ആരാ? സുരന്മാരുടെ ഈശൻ ഇന്ദ്രനല്ലേ? അതാണ് സുരാധീശ നീല, ഇന്ദ്രനീലം. ഇന്ദ്രനീലരത്നം പോലെയും നീലത്താമര, അതാണ് നീലാബ്ജം, നീലത്താമര പൂ പോലെയും പ്രകാശിക്കുന്ന കാന്തിയോടുകൂടിയവനും വിരാധൻ മുതലായ രാക്ഷസന്മാരെ സംഹരിച്ച് ലോകത്തിന് ശാന്തി നൽകിയവനും കിരീടം മുതലായ അലങ്കാരങ്ങളെ കൊണ്ട് ശോഭിക്കുന്നവനും ശിവന്റെ ഉള്ളിൽ പരമപുരാർത്ഥമായ ആനന്ദമായി വിളങ്ങുന്നവനും. ശിവൻ വലിയ കാര്യമാണല്ലോ ശ്രീരാമന് ശിവനെ അതേട്ടോ. ശിവന്റെ ഹൃദയത്തിൽ പരമപുരുഷാർത്ഥമായി ആനന്ദമായി വിളങ്ങുന്നവനും രഘുക്കളുടെ രാജാവായി മരിക്കുന്ന രാമചന്ദ്രനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ഇതിൽ. എന്തൊരു ഭംഗിയല്ലേ? സുരാധീശ നീലാഭ നീലാബ്ജകാന്തിം വിരാധാതിരക്ഷോവധാലോകശാന്തിം കിരീടാതിശോഭം പുരാരാതിലാഭം ഭജേ രാമചന്ദ്രം രഘൂണാമധീശം. 32. ലസൽചന്ദ്രകോടി പ്രകാശാദിപീഠേ സമാസീനമംഗേ സമാധായ സീതാം സ്ഫുരദ്ധേമവർണം തടിൽ പുഞ്ചഭാസാം ഭജേ രാമചന്ദ്രം നിവൃത്താർത്തിതന്ത്രം. ലസചന്ദ്രകോടി പ്രകാശാദിപീഠേ, അതായത് പ്രകാശിക്കുന്ന കോടി ചന്ദ്രൻ്റെ പ്രഭയോടുകൂടിയ പീഠത്തിൽ, കോടി ചന്ദ്രന്മാരുടെ അത്ര പ്രഭയുള്ള പീഠം, അങ്ങനെ പീഠത്തിലാണ് ഇരിക്കുന്നത്. എങ്ങനെ? സ്ഫുരദ്ധേമവർണം, അതായത് സ്വർണ്ണവർണ്ണത്തോടു കൂടിയും, അതായത് നല്ല പിന്നെന്താണ് ശോഭിക്കുന്ന സ്വർണ്ണവർണ്ണത്തോടു കൂടിയും തടിൽ പുഞ്ചഭാസ, മിന്നലിൻ്റെ അത്ര പ്രഭയോടുകൂടിയ, മിന്നൽ പിണറിൻ്റെ അത്ര പ്രഭയോടുകൂടിയ സീതാം, സീതയെ അങ്കേ മടിയിൽ സമാധായ വെച്ചിട്ട് സമാസീനം ഇരിക്കുന്നവനും നിവൃത്താർത്തി തന്ത്രം, അതായത് അതായത് അലസതയും ആഗ്രഹവും ആർത്തിയും ഒന്നുമില്ലാത്തവനും തന്തയോടും കൂടി ഇരിക്കുന്ന രാമചന്ദ്രനെ ഭജിക്കുന്ന നല്ലൊരു ധ്യാന ശ്ലോകമാണ്. എന്താണെന്നറിയോ? ഒരേ സമയത്ത് കോടി ചന്ദ്രന്മാർ ഒരുമിച്ചുദിച്ചാൽ എത്ര പ്രകാശം ഉണ്ടാവോ അതുപോലെ പ്രകാശിക്കുന്ന ഒരു യോഗപീഠത്തിൽ സ്വർണം പോലെയും മിന്നൽ പിണര് പോലെയും വിളങ്ങുന്ന സീതാദേവിയെ മടിയിൽ വെച്ചുകൊണ്ട് ദുഃഖം, മടി, ആലസ്യം, അതാണ് ഈ ഇത് പറഞ്ഞത് നിവൃത്താർത്തി തന്ത്രം എന്ന് പറഞ്ഞില്ലേ. തന്ത്രം വെച്ചാൽ ഉറക്കം അല്ലെങ്കിൽ ആലസ്യം. ദുഃഖം, ആലസ്യം എന്നീ ദോഷങ്ങളാൽ സ്പർശിക്കപ്പെടാതെയും ഇരിക്കുന്ന ശ്രീരാമചന്ദ്രനെ ഞാൻ ഭജിക്കുന്നു എന്ന്. അതായത് ഭഗവാനെ വിചാരിക്കുന്നവരുടെ ആ ഹൃദയത്തിനെ ഈ യോഗപീഠാക്കും. അതാണ് ഭഗവാനെ നമ്മൾ മനസ്സിൽ വെച്ചാൽ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം 100 കോടി ചന്ദ്രന്മാർക്ക് എത്ര പ്രകാശം ഉണ്ടാവും അതുപോലെ പ്രകാശമാനമാവും നമ്മുടെ ഹൃദയം. ഭഗവാനെ ധ്യാനിച്ചാലേ അതിൽ അനന്ത തേജസ്സോടു കൂടിയിരിക്കുന്ന പരമാത്മാനായിട്ടുള്ള ശ്രീരാമനെ ആരാണ് ഭാവിക്കണത് അവരെ ദുഃഖവും ആലസ്യവും ഒന്നും ബാധിക്കില്ല എന്ന്. അതാണ് അതിൻ്റെ അർത്ഥം. അതായത് പരമാത്മാവിനെ, അതായത് ഈ സീതാദേവിയല്ലേ ശരിക്കും പരബ്രഹ്മം തന്നെയാണ് ഭഗവാൻ, മഹാലക്ഷ്മിയാണ് സീതാദേവി അല്ലേ, മഹാവിഷ്ണു മഹാലക്ഷ്മി എന്നും പറയാം. അപ്പോൾ ഈ ഒരു ഇതിനെന്താ വെച്ചാൽ അങ്ങനെയുള്ള, അതായത് ഒരേ സമയത്ത് കോടി ചന്ദ്രന്മാർ ഒരുമിച്ച് ഉദിച്ചാൽ എത്ര പ്രകാശം ഉണ്ടാവും അങ്ങനത്തെ യോഗപീഠത്തിൽ സ്വർണം പോലെ തിളങ്ങുന്നത് മിന്നൽ പിണർ പോലുള്ള സീതയെ മടിയിൽ വെച്ച് ദുഃഖവും ആലസ്യവും സ്പർശിക്കാത്ത ശ്രീരാമചന്ദ്രൻ എന്ന് പറഞ്ഞില്ലേ. അതിൻ്റെ അർത്ഥം ശരിക്കും എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചാൽ നമ്മുടെ ഹൃദയം 100 ചന്ദ്രൻ പ്രകാശമാനമാവും. എന്നിട്ട് അതിൽ ഈ ഭഗവാൻ സീതാദേവിയോട് കൂടി അവിടെ നമ്മൾ ധ്യാനിച്ചാൽ നമ്മുടെ എല്ലാ ദുഃഖവും ആലസ്യവും മാറും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ലസചന്ദ്രകോടി പ്രകാശാദിപീഠേ സമാസീനമംഗേ സമാധായ സീതാം സ്ഫുരദ്ധേമവർണം തടിൽ പുഞ്ചഭാസാം ഭജേ രാമചന്ദ്രം നിവൃത്താതിതന്ത്രം. ഇതോടെ ഇന്ദ്രൻ്റെ അതിമനോഹരമായിട്ടുള്ള സ്തുതി കഴിഞ്ഞു കേട്ടോ. തതപ്രോവാച ഭഗവാൻ ഭവാന്യാ സഹിതോ ഭവ
രാമം കമലപത്രാക്ഷം വിമാനസ്ഥോ നഭസ്ഥലേ തഥാ. അതിനുശേഷം ഭവാന്യ സഹിത മീൻസ് പാർവതിയോട് ചേർന്നിരിക്കുന്ന ഭഗവാൻ ശിവൻ നഭസ്ഥലെ ആകാശത്തിൽ വിമാനത്തിലിരിക്കുന്നവനായിട്ട് കമലപത്രാക്ഷം താമരപ്പൂ പോലെ ഇരിക്കുന്ന അക്ഷികളോടുകൂടിയ രാമനോട് പ്രോവാച. എന്താ അറിയോ ഇതിൽ പറഞ്ഞത്? ദേവേന്ദ്രൻ്റെ സ്തുതി കഴിഞ്ഞതിന് ശേഷം പാർവതീദേവിയോടുകൂടിയ ഭഗവാൻ പരമശിവൻ ആകാശത്തിലെ വിമാനത്തിൽ ഇരിക്കുന്ന അതെ പരമശിവൻ ദേവേന്ദ്രൻ്റെ സ്തുതി കഴിഞ്ഞപ്പോൾ പാർവതി ദേവിയോട് കൂടിയിട്ട് ഭഗവാൻ പരമശിവൻ ആകാശത്തിൽ വിമാനത്തിൽ ഇരിക്കുന്ന താമരക്കണ്ണുകളോട് കൂടിയ ശ്രീരാമനോട് പറഞ്ഞു എന്നാണ്. അതായത് ഇനി ശിവൻ്റെ വാക്കാണ് ഇതിൽ പറയണത് കേട്ടോ. തഥപ്രോവാച കഴിഞ്ഞു, ഇന്ദ്രൻ്റെ സ്തുതി കഴിഞ്ഞു. തഥപ്രോവാച ഭഗവാൻ ഭവാന്യ സഹിതോ ഭവ രാമം കമലപത്രാക്ഷം വിമാനസ്ഥോ നഭസ്ഥലേ. 34 ആഗമിഷ്യാമ്യയോധ്യായാം ദ്രഷ്ടും ത്വം രാജ്യസൽകൃതം ഇദാനീം പശ്യപിതരമസ്യ ദേഹസ്യ രാഘവ. രാജ്യസൽകൃതം രാജ്യത്താൽ സൽക്കരിക്കപ്പെടുന്ന ത്വാം ദ്രഷ്ടും അങ്ങയെ കാണാൻ. അതായത് അത്രയ്ക്ക് അയോധ്യാവാസികളുടെ ഒരു സന്തോഷം ഭഗവാൻ മടങ്ങി വരുമ്പോൾ അല്ലേ, അപ്പം അത് അവരിന്നിട്ട് സൽക്കരിക്കുമല്ലോ വരുമ്പോൾ. അത് കാണാനായിട്ട് അയോധ്യയിലാഗമിഷ്യാമി ഞാനും പാർവതി ദേവിയും അങ്ങേ അയോധ്യാവാസികളെ സൽക്കരിക്കുന്നത് കാണാൻ വരാമെന്ന്. ഇതാനും ഇപ്പോൾ അസ്യ ദേഹസെ ഈ ദേഹത്തിൻ്റെ പിതാവിനെ പശ്യ നോക്കിയാലും. അതോ അയോധ്യ നിവാസികളെ രാജ്യത്തേക്ക് മടങ്ങുമ്പോൾ അങ്ങേ സൽക്കരിക്കുന്ന അവസരത്തിലേക്ക് അത് കാണാൻ ഞാനും വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങയുടെ ഈ ശരീരത്തിൻ്റെ പിതാവിനെ നോക്കിയാലും എന്ന് പറയാണ്. അതായത് ഈ പരമാത്മാവിന് ജനനമില്ലല്ലോ ശരിക്ക്. അപ്പോൾ ശരീരം എടുക്കുമ്പോഴാണ് ഈ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവണം നമുക്ക് അല്ലേ. ശരിക്കും നമ്മുടെ ആത്മാവ് നിത്യമാണല്ലോ, ജനനവും മരണമൊന്നുമില്ല. പക്ഷെ ശരീരം എടുക്കുമ്പോഴാണ് അമ്മ അച്ഛനും ഉണ്ടാവുക. എങ്കിലും അവതരിക്കുകയാണെങ്കിലും ശരീരം എടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ശ്രീരാമൻ മനുഷ്യനായി അവതരിച്ച കാരണം ആ ഭാവത്തെ അതായത് മാതൃപിതൃഭാവം സാധാരണ മനുഷ്യന്മാർക്കുണ്ടാവുന്ന മാതൃപിതൃഭാവത്തെ ആദരിച്ച് ലോകത്തിലെ എല്ലാവർക്കും മാതാവിനെയും പിതാവിനെയും ഭക്തി ഉണ്ടാക്കാനായിട്ട് അങ്ങ് അവിടെ അയോധ്യയിൽ ചെന്നിട്ട് മാതാക്കളെയൊക്കെ കാണണമല്ലോ. അതാണ് പറയണത്. പിന്നെ അങ്ങേ അയോധ്യ നിവാസികളെ സൽക്കരിക്കുന്നത് കാണാൻ ഞാൻ വരുന്നുണ്ട്. ഇപ്പം അങ്ങയുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞുവല്ലോ, ഇപ്പോൾ ദശരഥൻ മരിച്ചുവല്ലോ. അമ്മമാരെയൊക്കെ കണ്ട് സാധാരണ ലോകരൊക്കെ ചെയ്യണ പോലെ അമ്മയെ കണ്ട് വന്ദിക്കുകയൊക്കെ ചെയ്യേണ്ടതാണെന്ന്. അത് അങ്ങനെ ചെയ്താൽ ബാക്കിയുള്ളവരും ഭഗവാൻ പുരുഷോത്തമനല്ലേ, അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുമല്ലോ. അതാണ് ആഗമിഷ്യാമ്യയോധ്യായാം ദ്രഷ്ടും ത്വാം രാജ്യസൽകൃതം ഇദാനീം പശ്യ പിതരമസ്യ ദേഹസ്യ രാഘവ. ദശരഥൻ്റെ ആത്മാവ് അവിടെ വരും, അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞത്. പരമാത്മാവിന് അല്ല ഈ ശരീരത്തിൻ്റെ പിതാവിനെ നോക്കിയാലെന്ന് പറഞ്ഞു. അതാണ് നോക്കൂ, പിതരം പശ്യ എന്ന് പറഞ്ഞു ശിവനെ. അതായത് അങ്ങ് ശരിക്കും പരബ്രഹ്മമൊക്കെ ആണെങ്കിലും മനുഷ്യനായി ജനിച്ചത് കൊണ്ട് ഇപ്പോൾ അങ്ങയുടെ ഈ ശരീരം നൽകിയ ആ പിതാവിനെ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഇനി പിന്നെ എന്താണ് അടുത്ത ശ്ലോകത്തിൽ ദശരഥനെ കാണിച്ചു കൊടുക്കും. ദശരഥൻ്റെ ആത്മാവ് അവിടെ വന്ന് നിൽക്കും, കാണിച്ചു കൊടുക്കും. ആരെ? ശിവൻ. അതാണ് ഇനി അടുത്തേലേട്ടോ. അപ്പം നമുക്ക് 34 വായിച്ച് നിർത്താം. ആഗമിഷ്യാമ്യയോധ്യായാം ദ്രഷ്ടും ത്വം രാജ്യസൽകൃതം ഇദാനീം പശ്യ പിതരം അസ്യ ദേഹസ്യ രാഘവ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.